ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ദുർഗയും കിരണും വെറുതെ നമുക്ക് കൂടി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നതാ. ടി വിക്കാരും മറ്റും അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് വലിഞ്ഞു കയറി നിൽക്കുന്നതാവും. എങ്ങനെയെങ്കിലും ആൾക്കാർ അവളെക്കുറിച്ച് സംസാരിക്കണം, അതാ അവളുടെ ലക്ഷ്യം. ഈ സ്ഥലത്ത് നിന്നാണ് കുടിക്കുന്നതെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. കുടിക്കാം. പിടിക്ക്, വേഗം വാ, കൈ പിടിക്ക്. ഇത് ഫോഴ്സ്ഫുള്ളി കൊടുക്ക. കിരൺ പിടിക്ക്. ഹോൾഡി. എനിക്ക് ഫോറൻസിക്കിനെ വിളിക്കാം സർ. നിങ്ങൾ പൊയ്ക്കോ. അവര് ഞങ്ങളോട് പുറത്തന്വേഷിക്കാൻ പറഞ്ഞു.
പുതിയ വഴിത്തിരിവിലേക്ക്. ഇനി മുതൽ കേസ് അന്വേഷിക്കുന്നത് പുതിയ ടീം ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരെന്തിനാ പോലീസുകാരോടൊപ്പം നടക്കുന്നേ? ഇത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞത്. ദുർഗയും കിരണും വെറുതെ നമുക്ക് കൂടി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നതാ. ആ, ടി വിക്കാരും മറ്റും അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് വലിഞ്ഞു കയറി നിൽക്കുന്നതാവും. എങ്ങനെയെങ്കിലും ആൾക്കാർ അവളെക്കുറിച്ച് സംസാരിക്കണം, അതാ അവളുടെ ലക്ഷ്യം. അതെ. പക്ഷെ പോലീസുകാർ അതെന്തിനാ സമ്മതിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഷി. വിനീത കിരണിന്റെയും ദുർഗയുടെയും ഫ്രണ്ടിന്റെ സിസ്റ്റർ അല്ലേ? എന്ന് കരുതി ഇത്രയ്ക്ക് ഓവർ ആവേണ്ട കാര്യം എന്തുവാ? അവളുടെ നിൽപ്പും ഭാവവും കണ്ടു കഴിഞ്ഞാ അവൾ ആ കേസ് അന്വേഷിക്കുന്നെന്ന് തോന്നുമല്ലോ. ആ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവറ്റുകൾ എന്തു വേണേലും ചെയ്തോട്ടെ. ഉം. പക്ഷേ ഇവിടെ താമസിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ നമുക്ക് കൂടി ദോഷം ചെയ്യും. അതാ എന്റെ പേടി. കാര്യം പറഞ്ഞ അവൾ എന്റെ മകളുടെ സ്ഥാനത്ത് തന്നെയാ. പക്ഷേ ഇവളുടെ ഇത്തരം പ്രവൃത്തികളോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാൻ പറയുന്നത് അവളെ അവനെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറക്കി വിടണോന്നാ. ആ, പൂർണിമ ചേച്ചി ഒരാൾക്ക് മാത്രമല്ലേ അക്കാര്യത്തിൽ എതിർപ്പുള്ളൂ. ഇതേക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചു കഴിഞ്ഞതാ. വീണ്ടും അതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ പറഞ്ഞൊഴിഞ്ഞതുകൊണ്ടൊന്നും ആയില്ല പൂർണിമേ. നീ ആയിട്ട് അവരെ ഈ വീട്ടിൽ താമസിപ്പിക്കുവാണെങ്കിൽ അവരെ നിയന്ത്രിക്കാനും നീ ബാധ്യസ്ഥയാണ്. ദുർഗയുടെയും കിരണിന്റെയും കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓ, പിന്നെ സ്വന്തം സുഹൃത്തിന്റെ വീട്ടിൽ ഇങ്ങനൊരു ആപത്ത് സംഭവിക്കുമ്പോ അവർക്കൊപ്പം നിൽക്കുന്നത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നില്ല. അല്ലെങ്കിലും നിനക്ക് അവരെന്ത് ചെയ്താലും ശരിയാണല്ലോ. അതെ, പൂർണിമയുടെ ധൈര്യത്തില അവർക്ക് ഇത്രയ്ക്ക് അഹങ്കാരം. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം. ദേ ചേച്ചി ഒരു കാര്യം ഓർത്തോ, ഇവരീ ചെയ്തു കൂട്ടുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടായ അതിന്റെ ഉത്തരവാദിത്തം ചേച്ചിക്ക് തന്നെയായിരിക്കും. അഷി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളാരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ഓ, പിന്നെ ആരെങ്കിലും ചെയ്യുന്നതിന്റെ കുറ്റം മാത്രം കാണാൻ ശ്രമിച്ചാൽ അതേ ഉണ്ടാവും. അതുകൊണ്ട് ആളുകളുടെ നന്മ കൂടി കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരം പേടിയും ടെൻഷനും ഒന്നും ഉണ്ടാവില്ല. ആ